Hello, good morning. How are you? I hope all of you are doing well. So today we are going to discuss on the last portion of our first module. ഇന്ന് നമ്മൾ ഫസ്റ്റ് മോഡ്യൂളിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോർഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനകത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് നോഡൽ അനാലിസിസ് ആണ്. നോഡ് അനാലിസിസ് അല്ലെ നോഡൽ അനാലിസിസ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഒന്നിലെ മെഷ് അനാലിസിസ് അല്ലെ നോഡൽ അനാലിസിസിൽ നിന്നായിരിക്കും നമുക്ക് ക്വസ്റ്റ്യൻ വരുന്നത് കേട്ടോ. അപ്പം തുടങ്ങാം. എന്താ ഈ നോഡൽ അനാലിസിസ്? മെഷ് അനാലിസിസ് പോലെ തന്നെ നമ്മുടെ സർക്യൂട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മെത്തേഡാണ് നോഡൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പം നോഡൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ അല്ലെ നമുക്ക് പറയാം നോഡ് വോൾട്ടേജ് മെത്തേഡ് എന്ന് പറയാം. നോഡൽ അനാലിസിസ് ഓർ നോഡ് വോൾട്ടേജ് മെത്തേഡ് എന്ന് പറയാം. അപ്പം ഇത് നമ്മൾ സർക്യൂട്ട്സ് സോൾവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ഒരു മെത്തേഡാണ്, പവർഫുൾ അപ്രോച്ചാണ്. മെഷ് അനാലിസിസിൽ നമ്മൾ കിർച്ചോഫ്സ് വോൾട്ടേജിലും അപ്ലൈ ചെയ്യുമായിരുന്നു അല്ലേ? മെഷ് അനാലിസിസ് ഓർക്കുന്നുണ്ടല്ലോ അല്ലേ? മെഷ് അനാലിസിസിനകത്ത് നമ്മൾ എന്നായിരുന്നു ചെയ്തത്? മെഷ് അനാലിസിസിനകത്ത് നമ്മൾ ആദ്യം നമ്മുടെ മെഷസ് കണ്ടുപിടിച്ചു, എന്നിട്ട് മെഷിൻ്റെ കറണ്ടിന് ഡയറക്ഷൻ കൊടുത്തു. പിന്നെ കിർച്ചോഫ്സ് വോൾട്ടേജിലോ ഓരോ മെഷിലും അപ്ലൈ ചെയ്തു. മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇക്വേഷൻസ് റീഅറേഞ്ച് ചെയ്ത് സോൾവ് ചെയ്തെടുക്കുമായിരുന്നു. ഇവിടെ നോഡൽ അനാലിസിസിൽ മെഷ് അനാലിസിസ് കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ ഉപയോഗിച്ച പോലെ നോഡൽ അനാലിസിസിൽ കിർച്ചോഫ്സ് കറണ്ട് ലോ ആണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പം ഈ നോഡൽ അനാലിസിസും മെഷ് അനാലിസിസും പഠിച്ചു. ഇത് എവിടെ എങ്ങനെ യൂസ് ചെയ്യണമെന്നാണ് കുറച്ച് പേർക്ക് ഡൗട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ എന്തെടുക്കുന്നറിയോ? നമുക്കൊരു സർക്യൂട്ട് തന്നിട്ടുണ്ട്. ആ സർക്യൂട്ടിനകത്ത് ഇപ്പോൾ കുറേ കറണ്ട് സോഴ്സ് ഉണ്ടല്ലോ, അല്ലെ കുറേ പാരലൽ പാത്ത്സ് ഉണ്ടല്ലോ, നമ്മൾ നോഡൽ അനാലിസിസ് ചെയ്യുന്നതായിരിക്കും എളുപ്പം. ഒന്നുകൂടെ പറയാണ്, നമുക്ക് തന്നേക്കുന്ന സർക്യൂട്ട്സ് ഉണ്ട്. സർക്യൂട്ട്സ് അല്ല, തന്നേക്കുന്ന സർക്യൂട്ടിനകത്ത് നമ്മൾ നോക്കും. അതിനകത്ത് നമുക്ക് കറണ്ട് സോഴ്സസ് കൂടുതലാണ് അല്ലെങ്കിൽ പാരലൽ ബ്രാഞ്ചസ് കൂടുതലാണെങ്കിൽ നമ്മൾ നോഡൽ അനാലിസിസ് യൂസ് ചെയ്യും. ഇനി ഇതിനൊരു ഇക്വേഷൻ ഉണ്ട് കേട്ടോ. അതായത് മെഷ് അനാലിസിസിനകത്ത് നമ്പർ ഓഫ് ഇക്വേഷൻസ് ഫോർ സോൾവിങ് മെഷസ്, നമ്പർ ഓഫ് ഇക്വേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ആദ്യം നമ്മൾ മെഷസ് ഐഡൻറ്റിഫൈ ചെയ്ത് മെഷ് കറണ്ടിന് ഡയറക്ഷൻ കൊടുത്തിട്ട് ഓരോ മെഷിലും കിർച്ചോഫ്സ് വോൾട്ടേജിലും അപ്ലൈ ചെയ്യുമല്ലോ. അപ്പം നമുക്ക് കുറേ മെഷ് ഇക്വേഷൻസ് കിട്ടും. അത് എത്ര ഇക്വേഷൻസ് ഉണ്ടെന്നുള്ളതിൻ്റെ ടോട്ടൽ നമ്പർ ഓഫ് ഇക്വേഷൻസ് ഇസ് ഈക്വൽ ടു എത്രയാ? നമ്പർ ഓഫ് ബ്രാഞ്ചസ് മൈനസ് നമ്പർ ഓഫ് ജംഗ്ഷൻസ് പ്ലസ് 1. അതാണ് നമ്മുടെ ഇക്വേഷൻ. ഒന്നുകൂടെ പറയുകയാണേ, മെഷ് അനാലിസിസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഇൻ ദ സർക്യൂട്ട് മൈനസ് നമ്പർ ഓഫ് ജംഗ്ഷൻസ് പ്ലസ് 1. അതാണ് മെഷ്. അത്രയും മെഷ് ഇക്വേഷൻസ് കാണും ഒരു സർക്യൂട്ടിനകത്ത്. അതേപോലെ തന്നെ നമ്മൾ നോഡൽ അനാലിസിസിന് വേണ്ടിയുള്ള നോഡ് ഇക്വേഷൻസിൻ്റെ നമ്പർ നോക്കും. അതായത് ജംഗ്ഷൻ നോക്കിയിട്ട്, ജംഗ്ഷൻ നമ്പർ ഓഫ് ജംഗ്ഷൻസ് -1 ആയിരിക്കും എപ്പോഴും നമ്മളുടെ നോഡ് ഇക്വേഷൻസ്. എന്നിട്ട് നോക്കും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എക്സ് ആണ് മെഷ് അനാലിസിസിൻ്റെത്, എം ആണ്, എക്സ് അല്ല. ഇഫ് മെഷ് അനാലിസിസ് നമ്പർ ഓഫ് ഇക്വേഷൻസ് ഫോർ എ പർട്ടിക്കുലർ സർക്യൂട്ട് ഈസ് എം ആൻഡ് നമ്പർ ഓഫ് നോഡൽ ഇക്വേഷൻസ് ഈസ് എൻ. എം മെഷ് ഇക്വേഷൻ ഉണ്ട്, എൻ നോഡ് ഇക്വേഷനും ഫോം ചെയ്യാമെങ്കിൽ ഏതാണോ കുറവ് അത് ആ മെത്തേഡ് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. ഒരു പ്രാവശ്യം കൂടെ പറയാണ്, നോഡൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മെഷ് അനാലിസിസ് പോലെ തന്നെയുള്ള ഒരു സർക്യൂട്ടാണ് നോഡൽ അനാലിസിസ് എന്ന് പറഞ്ഞാൽ. അപ്പം നമുക്ക് നോഡൽ അനാലിസിസ് വേണോ മെഷ് അനാലിസിസ് വേണോ എന്ന് നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്യുന്നത്? നോഡ് അനാലിസിസ് വേണോ മെഷ് അനാലിസിസ് വേണോ എന്ന് ചൂസ് ചെയ്യുന്നത് നമ്മളുടെ കയ്യിലുള്ള സർക്യൂട്ട് എടുക്കും. അതിനകത്ത് സർക്യൂട്ട് ആദ്യം അനലൈസ് ചെയ്യുമ്പം അതിനകത്ത് ബ്രാഞ്ചസ് കാണും. ബ്രാഞ്ചസ് എന്നാന്നറിയത്തില്ലേ? അതായത് 2 ജംഗ്ഷൻ പോയിന്റിൻ്റെ ഇടയിലുള്ളതിനെയാണ് ബ്രാഞ്ചസ് എന്ന് പറയുന്നത്. അതായത് എത്ര റെസിസ്റ്റൻസ് ഉണ്ടെന്നുള്ള രീതിയിൽ നമ്പർ ഓഫ് ബ്രാഞ്ചസ് ഐഡൻറ്റിഫൈ ചെയ്യും, നോഡ്സ് ഐഡൻറ്റിഫൈ ചെയ്യും. നോഡ് എന്ന് പറഞ്ഞാൽ 2 എലമെൻറ്റ് കൂടുന്ന പോയിന്റിനെയാണ് നോഡ് എന്ന് പറയുന്നത്. ജംഗ്ഷൻസ് ഉണ്ട്. ജംഗ്ഷൻസ് എന്ന് പറഞ്ഞാൽ 3-ലധികം പോയിന്റ്സ് ഉള്ളതാണ്. നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അനലൈസ് ചെയ്യും. എന്നിട്ട് ആ സർക്യൂട്ടിൽ നമ്പർ ഓഫ് മെഷ് ഇക്വേഷൻസ് വിൽ ബി ഈക്വൽ ടു നമ്പർ ഓഫ് ബ്രാഞ്ചസ് മൈനസ് നമ്പർ ഓഫ് ജംഗ്ഷൻ പോയിന്റ്സ് പ്ലസ് 1.
അപ്പോൾ നമുക്കൊരു m ഇക്വേഷൻസ് കിട്ടും. പിന്നെ രണ്ടാമത് നോഡ് ഇക്വേഷൻസിൻ്റെ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് നോഡ് ഇക്വേഷൻസ് റിക്വയർഡ് ടു സോൾവ് എ സർക്യൂട്ട് ഈസ് നമ്പർ ഓഫ് നോട്ട്സ് മൈനസ്, അതായത് നമ്പർ ഓഫ് ഇൻഡിപെൻഡൻറ്റ് നോട്ട്സ് -1. ഇത്ര ഇക്വേഷൻസ്. ഇതിൽ m ആണോ കൂടുതൽ n ആണോ കൂടുതൽ നോക്കും. കുറവിനാണ് പ്രയോറിറ്റി കേട്ടോ. ഏതാണോ കുറവ് അത് വെച്ചിട്ടാണ് നമ്മൾ നമ്മുടെ സർക്യൂട്ടിനെ സോൾവ് ചെയ്യാൻ പോകുന്നത്. ഇനി മെഷ് അനാലിസിസ് ആയിരുന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തെന്നറിയാവോ, നമ്മളുടെ കയ്യിൽ കറണ്ട് സോഴ്സ് ഉണ്ടായിരുന്നെങ്കിൽ വോൾട്ടേജ് സോഴ്സ് ആയിട്ട് മാറ്റുമായിരുന്നു. എവിടെയാണ്? മെഷ് അനാലിസിസിൽ. പക്ഷേ നോഡൽ അനാലിസിസിൽ കറണ്ട് സോഴ്സസ് ഉള്ളതാണ് നല്ലത്. ചിലപ്പോൾ നമുക്ക് വോൾട്ടേജ് സോഴ്സും റെസിസ്റ്റൻസും തരുന്നതിന് കറണ്ട് സോഴ്സ് ആക്കി കൺവേർട്ട് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് എന്താണ്, കറണ്ട് സോഴ്സ് ഉള്ളതാണെങ്കിൽ, ഒത്തിരി കറണ്ട് സോഴ്സസ് ഉണ്ടെങ്കിൽ നമ്മൾ നോഡൽ അനാലിസിസ് ചെയ്യുന്നതാണ് നല്ലത്. അതുപോലെ പാരലൽ പാത്ത് കൂടിയതാണെങ്കിൽ നോഡൽ അനാലിസിസ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, അപ്പോൾ ഇനി എങ്ങനെയാണ് നോഡൽ അനാലിസിസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ നോഡൽ അനാലിസിസിനും പഴയ പോലെ തന്നെ 6 സ്റ്റെപ്സ് ഉണ്ട്. അതിൽ ആദ്യം എന്താണെന്ന് വെച്ചാൽ സർക്യൂട്ടിനെ എല്ലാം ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അതിനകത്ത് നമുക്ക് തന്നേക്കുന്ന വാല്യൂസ് വേറെ, അൺനോൺ ആയിട്ടുള്ള പാരാമീറ്റേഴ്സ് വേറെ എടുക്കും. ഈ കൂട്ടത്തിൽ നമ്മൾ മെഷ് അനാലിസിസിനകത്ത് മെഷസ് കണ്ടുപിടിച്ച പോലെ നോഡൽ അനാലിസിസിൽ ആദ്യം നോഡ്സ് കണ്ടുപിടിക്കും. എന്നിട്ട് ആദ്യത്തിൽ നിന്ന് ഒരു നോഡ് റെഫറൻസ് നോഡാക്കി വെക്കും. ആദ്യം നോഡ്സ് കണ്ടുപിടിക്കും, പിന്നെ ഒരു നോഡ് റെഫറൻസ് നോഡാക്കി വെക്കും. പിന്നെ എല്ലാ നോഡിലും ഉള്ള വോൾട്ടേജ് കൊടുക്കും. ഇപ്പോൾ അറിയാവുന്ന നോഡിലെ വോൾട്ടേജുകൾ, അതായത് വോൾട്ടേജ് സോഴ്സിനൊക്കെ അക്രോസ് ഉള്ളതാണെങ്കിൽ വോൾട്ടേജ് സോഴ്സിൻ്റെ വോൾട്ടേജ് അങ്ങ് എടുക്കും. ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, അറിയാത്തയാണെങ്കിൽ നമ്മൾ V1 എന്നോ VA എന്നോ VB എന്നോ ഒക്കെ പറഞ്ഞ് ഒരു ലേബൽ കൊടുക്കും. എന്നിട്ട് നമ്മൾ ഓരോ നോഡിലും കൊണ്ടുപോയി കിർച്ചോഫ്സ് കറന്റ് ലോ അപ്ലൈ ചെയ്തിട്ട് അതിനെയൊക്കെ ഇക്വേഷൻ ആക്കി എഴുതിയിട്ട് ഒരേ ഫോമിലുള്ള ഇക്വേഷൻ എഴുതി ചെയ്യും. എന്നിട്ട് നമ്മൾ അതിനെ സോൾവ് ചെയ്ത് നമുക്ക് നോഡ് വോൾട്ടേജസ് കിട്ടും. ഇനി ആ നോഡ് വോൾട്ടേജസിൽ നിന്ന് നമ്മൾ കറണ്ട് കണ്ടുപിടിക്കുകയാണ്, ബ്രാഞ്ച് കറണ്ട്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞപ്പോൾ. അപ്പോൾ ഇത് കേട്ടപ്പോൾ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലായി കാണും, എന്നാലും ഒരു ഡൗട്ട് കാണുമേ. അപ്പം ഞാൻ എന്തെടുക്കുക, നമ്മുടെ മെത്തേഡ് 3 മെത്തേഡിൽ നമ്മൾ സോൾവ് ചെയ്യാൻ പോവാണ്. അതിനകത്ത് ആദ്യത്തെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ നോഡ്സ് എല്ലാം കണ്ടുപിടിക്കണം. നോഡ് എന്നാന്ന് മനസ്സിലായല്ലോ, 2 എലമെൻറ്റിൽ കൂടുതൽ കണക്ട് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ നോഡെന്ന് പറയും. എന്നിട്ട് ഔത്തിലൊരു നോഡിനെ റെഫറൻസ് നോഡാക്കി വെക്കും. ഇത്രയാണ് നമ്മുടെ സ്റ്റെപ്പ് 1 എന്ന് പറഞ്ഞാൽ. എന്നിട്ട് സ്റ്റെപ്പ് 2ൽ എന്നാ എടുക്കുന്നറിയാവോ, നമ്മൾ ആ നോഡിലേക്കുള്ള കറണ്ടിന് ഡയറക്ഷൻ കൊടുത്തിട്ട് കിർച്ചോഫ്സ് കറന്റ് ലോ അപ്ലൈ ചെയ്യും. അതാണ് സ്റ്റെപ്പ് 2. എന്നിട്ട് ഓരോ നോഡിൽ നിന്ന് ഓരോ കിർച്ചോഫ്സ് കറന്റ് ലോ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനെ റീഅറേഞ്ച് ചെയ്ത് മാട്രിക്സ് ഫോമിൽ എഴുതി അതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കുന്നതാണ് സ്റ്റെപ്പ് 3. ഇങ്ങനെ 3 സ്റ്റെപ്പിലാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കുറച്ചുകൂടെ ഇലാബറേറ്റ് ആയിട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ സ്റ്റെപ്പ് 1ൽ എന്നാ എടുക്കും, ഒരു എക്സാമ്പിൾ വെച്ചിട്ടാണ് ചെയ്യാൻ പോണത്. അപ്പോൾ ഈ എക്സാമ്പിളിനകത്ത് സോൾവ് ദ നെറ്റ്വർക്ക് യൂസിങ് നോഡൽ അനാലിസിസ്, അത്രയേ ഉള്ളൂ. അപ്പം അതിനകത്ത് നമ്മൾ എന്നെ എടുക്കാൻ പോവുകയാണ്. സ്റ്റെപ്പ് 1ൽ നമ്മൾ എല്ലാ നോഡ്സും കണ്ടുപിടിക്കണം. നോഡ്സ് എന്ന് പറഞ്ഞാൽ 2ൽ കൂടുതൽ എലമെൻറ്റ്സ് കണക്ട് ചെയ്യുന്ന കോമൺ പോയിന്റിനെയാണ് നോഡെന്ന് പറയുന്നത്. ഇക്വിപൊട്ടൻഷ്യൽ പോയിന്റ് അറ്റ് വിച്ച് 2 or more എലമെൻറ്റ്സ് ജോയിൻസ്, അതിനെയാണ് നോഡെന്ന് പറയുന്നത്. അപ്പം നമ്മളിവിടെ നോഡ് നോക്കുമ്പോൾ എത്രയാ, 1 2 3 4 അങ്ങനെ 4 നോഡുണ്ട്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിനകത്ത് നമുക്ക് റെഫറൻസ് നോഡ്, എന്താ ഈ റെഫറൻസ് നോഡ്, റെഫറൻസ് നോഡ് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നതെന്ന് അറിയണേൽ നമ്മൾക്ക് 2 ക്രൈറ്റീരിയ ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ ഓരോ നോഡിലേക്കുള്ള എലമെൻസിൻ്റെ കൗണ്ട് എടുക്കും. N1ലേക്ക് 2 എലമെൻറ്റ്, ഇതും അതായത് റെസിസ്റ്റൻസ് R1ഉം VSഉം 2 എലമെൻറ്റ്. N2ലേക്ക് എത്ര എലമെൻറ്റ്സ് ഉണ്ട്, R1 R2 R3. സോ N2ലേക്ക് 3 എലമെൻറ്റ്സ് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി N3ലേക്ക് 2 എലമെൻറ്റ്, N4ലേക്ക് 4 എലമെൻറ്റ്. അപ്പം ഇതിൽ ഏറ്റവും കൂടുതൽ എലമെൻറ്റ്സ് കണക്റ്റ് ആയേക്കുന്നത് N2ലേക്കും N4ലേക്കുമാണ്. അപ്പം നമ്മൾ റെഫറൻസ് നോഡ് കണ്ടുപിടിക്കേണ്ട 2 ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ, റെഫറൻസ് നോഡിൽ കൂടുതൽ നമ്പേഴ്സ് ഓഫ് എലമെൻറ്റ്സ് കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും. ദ റെഫറൻസ് നോഡ് ഈസ് യൂഷ്വലി എ നോഡ് വിത്ത് ലാർജസ്റ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് കണക്റ്റഡ് ടു ഇറ്റ്. റെഫറൻസ് നോഡ് എന്ന് പറഞ്ഞ നോഡിലേക്ക് ഏറ്റവും കൂടുതൽ എലമെൻറ്റ്സ്
കണക്റ്റഡ് ആണെങ്കിൽ വളരെ നല്ലതായിരിക്കും. ഇത് കൂടാതെ ഒരു ടിപ്പ് കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് അത് നമ്മളുടെ വോൾട്ടേജിൻ്റെ നെഗറ്റീവ് സൈഡിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലത്. സോഴ്സിലേക്ക് കണക്ട് ചെയ്യണം, അത് വോൾട്ടേജ് സോഴ്സിൻ്റെ ഒക്കെ നെഗറ്റീവ് സൈഡിലേക്ക് കണക്ട് ചെയ്യാൻ പറ്റിയാൽ വളരെ നല്ലതായിരിക്കും. അപ്പം ഞാനിവിടെ നോക്കുകയാണ്, ഇതിനകത്ത് ഏറ്റവും കൂടുതൽ എലമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ N1-ന് 2 എലമെൻറ്റ്, N3-ക്ക് 2 എലമെൻറ്റ്, N2-നും N4-നും 3 എലമെൻറ്റ്സ് കണക്ട് ആവുന്നുണ്ട്. അതിൽ തന്നെ N2-ലേക്ക് വോൾട്ടേജ് സോഴ്സിലേക്ക് കണക്ഷൻ ഇല്ല, പക്ഷേ N4-ലേക്ക് നമുക്ക് വോൾട്ടേജ് സോഴ്സിലേക്ക് കണക്ഷൻ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഏതെടുക്കും? N4-നെ കണക്ട് ചെയ്യും. ഒന്നുകൂടെ പറയണോ റെഫറൻസ് നോഡിൻ്റെ കേസ്? റെഫറൻസ് നോഡെന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ എലമെൻറ്റ്സ് കണക്റ്റഡ് ആയിട്ടുള്ള നോഡായിരിക്കണം. അതുകൂടാതെ ഏതെങ്കിലും വോൾട്ടേജ് സോഴ്സ്, എസ്പെഷ്യലി വോൾട്ടേജ് സോഴ്സ്, കുറച്ചുകൂടെ പ്രിസൈസ് ആയിട്ട് പറയുകയാണെങ്കിൽ വോൾട്ടേജ് സോഴ്സിൻ്റെ നെഗറ്റീവിലേക്ക് നമ്മൾ കണക്ട് ചെയ്യാൻ നോക്കുവാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ റെഫറൻസ് നോഡെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ നോഡ് വിത്ത് ലാർജസ്റ്റ് നമ്പർ ഓഫ് എലമെൻറ്റ്സ് കണക്റ്റഡ് ടു ഇറ്റ്, ആൻഡ് റെഫറൻസ് നോഡ് വിൽ ബി ബെറ്റർ if we choose a node which is connected to the source, especially negative terminal of the battery. അപ്പോൾ ഇതിനകത്ത് റെഫറൻസ് നോഡ് എന്താണ്? 4-മത്തെയാണ്. കാരണം 4-മത്തേനാണ് വോൾട്ടേജിലേക്ക് നമുക്ക് കണക്ഷൻ ഉള്ളത്, വോൾട്ടേജ് സോഴ്സിലേക്ക്. എന്തിനാ ഈ റെഫറൻസ് നോഡ് കണ്ടുപിടിക്കുന്നത് വെച്ചാൽ റെഫറൻസ് നോഡ് റെഫറൻസ് ആക്കി വെക്കുകയാണ്. ദാറ്റ് ഈസ് വി ആർ ഗ്രൗണ്ടിങ് ഇറ്റ്, അത് 0 റെഫറൻസ് ആക്കി വെക്കുകയാണ്. കണ്ടോ? അപ്പം ഞാൻ എന്ത് ചെയ്തു? എൻ്റെ റെഫറൻസ് നോഡിനെ ഞാൻ ഗ്രൗണ്ട് ചെയ്ത് വിട്ടു. അപ്പോൾ ഇതുകൊണ്ട് എന്താ ഗുണം? ഈ റെഫറൻസ് നോഡിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടുപിടിക്കില്ല, പിന്നെ മിച്ചമുള്ള നോഡ്സിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ അതിനകത്ത് തന്നെ ഇപ്പം നമ്മൾ എന്തൊക്കെ ചെയ്തു? ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരുന്നു? വി ഹാവ് ടു ഐഡൻറ്റിഫൈ ഓൾ ദ നോഡ്സ് ആൻഡ് വി ഹാവ് ടു മാർക്ക് ദ റെഫറൻസ് നോഡ്. കണ്ടോ ഇതിനകത്ത് ഐഡൻറ്റിഫൈ ചെയ്തേക്കുന്ന കണ്ടോ? ഏതൊക്കെ നോഡ്സ് ഉണ്ടെന്ന് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്തു, എന്നിട്ട് അതിൻ്റെ റെഫറൻസ് നോഡ് കണ്ടുപിടിച്ച് റെഫറൻസ് നോഡിന് ഗ്രൗണ്ടും കൊടുത്തു. ഇത്രയും എർത്ത് ചെയ്തു. ഇത്രയാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും? നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പ് കണ്ടോ? സെക്കൻഡ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും നോക്കിക്കേ. ആദ്യത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു, നോഡ്സ് കണ്ടുപിടിച്ചു, റെഫറൻസ് നോഡ് കണ്ടുപിടിച്ചു. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ കണ്ടുപിടിച്ച നോഡിലൊക്കെ കിർച്ചോഫ്സ് കറണ്ട് ലോ ചെയ്യും. മെഷ് അനാലിസിസിൽ മെഷസ് കണ്ടുപിടിച്ച് കറണ്ട് ഡയറക്ഷൻ അസ്യൂം ചെയ്യുമായിരുന്നു. നോഡൽ അനാലിസിസിൽ നോഡ്സ് കണ്ടുപിടിച്ചിട്ട് റെഫറൻസ് നോഡ് സെറ്റ് ചെയ്തു. മെഷ് അനാലിസിസിൽ സെക്കൻഡ് സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച മെഷസിൽ കിർച്ചോഫ്സ് വോൾട്ടേജ് ലോ അപ്ലൈ ചെയ്യുമായിരുന്നു. നോഡൽ അനാലിസിസിൽ നമ്മൾ കണ്ടുപിടിച്ചത് നോഡ്സ് ആണ്. ആ നോഡ്സിൽ കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്യും. അപ്പം കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്യണ എന്നായിരിക്കണം? കറണ്ടിൻ്റെ ഡയറക്ഷൻ അറിയാതിരിക്കണം. അപ്പം സെക്കൻഡ് സ്റ്റെപ്പിൽ ആദ്യം നമ്മൾ കറണ്ടിൻ്റെ ഡയറക്ഷൻ അസ്യൂം ചെയ്യും, എന്നിട്ട് കിർച്ചോഫ്സ് കറണ്ട് ലോ ഓരോ നോഡിലും കൊടുക്കും. നോക്കാം. അപ്പോൾ ഇതിന് കറണ്ട് ഡയറക്ഷൻ അസ്യൂം ചെയ്ത്, ഇത് സോഴ്സ് VS അല്ലേ, പോസിറ്റീവിൽ നിന്ന് കറണ്ട് ഇങ്ങനെയാണെന്ന് അസ്യൂം ചെയ്തു. സോ I1-ൻ്റെ ഡയറക്ഷൻ കണ്ടോ? I1 is ഫ്ലോയിങ് ഇൻവേർഡ്സ്. ഇനി I2 താഴേക്ക് പോയി, I1 ഇങ്ങനെ ഞാൻ അസ്യൂം ചെയ്തു. I2 താഴേക്ക് പോയി, I3 സൈഡിലേക്ക് പോയി, ഈ പോകുന്നത് I4. ഇങ്ങനെ ഞാൻ അങ്ങ് അസ്യൂം ചെയ്തു. I3 തന്നെയാണ് I4, കാരണം സീരീസ് ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം ഞാൻ നോർമലി നമ്മൾ ചെയ്യുന്ന മെത്തേഡ് പറയുവാണേ, അത് കഴിഞ്ഞ ഒരു ചെറിയ മോഡിഫിക്കേഷനും പറയുമ്പോൾ എളുപ്പം ചെയ്യാൻ പറ്റും. അപ്പോൾ ആദ്യം എന്താ ഐഡൻറ്റിഫൈ ചെയ്തു, നോഡ്സ് ഐഡൻറ്റിഫൈ ചെയ്തു, എന്നിട്ട് നമ്മൾ റെഫറൻസ് നോഡ് സെറ്റ് ചെയ്തു. ഇൻ സ്റ്റെപ്പ് 2-ൽ നമ്മൾ കറണ്ട് ഡയറക്ഷൻ ആദ്യം അസ്യൂം ചെയ്തു. ഈ കറണ്ട് ഡയറക്ഷൻ ഒരിക്കൽ നമ്മൾ അസ്യൂം ചെയ്താൽ അത് ഫിക്സഡ് ആക്കി വെക്കണേ. ഈ കറണ്ട് ഡയറക്ഷൻ്റെ അർത്ഥം എന്താണ്? I1 V1-ന്ന് V2-ലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ കറണ്ട് V1-ന്ന് V2-ലേക്ക് ഫ്ലോ ചെയ്യണേ ഏതായിരിക്കണം? കൂടിയ പൊട്ടൻഷ്യൽ V1 ആയിരിക്കണം. അപ്പോൾ ഈ കറണ്ട് Iയുടെ ഇക്വേഷൻ എന്നായിരിക്കും? I is equal to V by R. I is equal to V by R ആണ്. ഇവിടുത്തെ V എന്ന് പറഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്, അതായത് V1 മൈനസ് V2. അപ്പം ഞാൻ പറയുന്നത് ഈ കറണ്ട് I1-ന് ഞാൻ ഈ ഡയറക്ഷൻ അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് തീരുന്നത് വരെ ഈ ഡയറക്ഷൻ അങ്ങനെ തന്നെ നിങ്ങൾ എടുക്കണം.
ഓക്കെ, ഇനി അതിൻ്റെ ഇടയ്ക്ക് മാറ്റാൻ പോകരുത്. I2 ഞാൻ ഇങ്ങനൊരു ഡയറക്ഷൻ അസ്യൂം ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്ത് തീരുന്നവരെ ഈ ഡയറക്ഷനാണ്. ഇനി അബദ്ധവശാൽ നമ്മൾ എടുത്ത ഡയറക്ഷൻ തെറ്റിപ്പോയെങ്കിൽ എന്തായിരിക്കും എന്നറിയാവോ? മെഷ് അനാലിസിസിൽ ആൻസറിൻ്റെ കൂടെ ഒരു മൈനസ് വന്നില്ലേ എന്ന് പറയുന്ന പോലെ നമ്മളെടുത്ത ഡയറക്ഷൻ തിരിഞ്ഞു പോയാൽ ഇവിടുത്തെ കറണ്ട് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു മൈനസ് സൈൻ വരും. അത്രയേ ഉള്ളൂ. ഡയറക്ഷൻ തിരിഞ്ഞു എന്ന് അപ്പം മനസ്സിലാവും. അല്ലാണ്ട് അത് തെറ്റോ അതിന് മാർക്ക് കുറയ്ക്കോ ഒന്നുമില്ല. അപ്പം നമ്മൾ ആദ്യം എടുത്ത ഈ ഡയറക്ഷൻ ഫിക്സ് ആക്കി വെക്കുക, പിന്നെ അത് മാറ്റാൻ പാടില്ല. ഓക്കെ, അപ്പം ഈ നോഡൽ അനാലിസിസ് തന്നെ പല രീതിയിൽ ചെയ്യാം കേട്ടോ. പക്ഷെ ഞാനിപ്പം ഈ മെത്തേഡാണ് പറഞ്ഞിരുന്നത്. ഈ മെത്തേഡിൽ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ എന്നെ ആദ്യം ഞാനിപ്പോൾ എടുത്തിട്ട് നോട്ട്സ് കണ്ടുപിടിച്ച് റെഫറൻസ് നോഡ് കണ്ടുപിടിച്ചതിന് ശേഷം സെക്കൻഡ് സ്റ്റെപ്പ് സ്റ്റാർട്ട് ചെയ്തു. സെക്കൻഡ് സ്റ്റെപ്പിൽ നമ്മൾ കറണ്ട് ഡയറക്ഷൻ അസ്യൂം ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യണം? കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്യണം. ഇല്ലേ? കറണ്ട് ഡയറക്ഷൻ അസ്യൂം ചെയ്തിട്ട് ദാ ഇവിടെ കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇവിടെ നോക്കണേ, V1 ഫസ്റ്റ് നോഡ്. ഇവിടെ നോഡിന് ഇക്വേഷൻ അപ്ലൈ ചെയ്യേണ്ട കാര്യമുണ്ടോ? കാരണം നമുക്കറിയാം ഈ V1 എന്ന് പറഞ്ഞാൽ ഈ പോയിന്റിനും ഗ്രൗണ്ടിനും എക്രോസ് ഉള്ള വോൾട്ടേജ് ആണ് V1. ദാറ്റ് ഈസ് ഈക്വൽ ടു VS. ഒറ്റയടിക്ക് അറിയാം. അപ്പം നമ്മൾ അവിടെ കിർച്ചോഫ്സ് കറണ്ട് ലോ നോഡ് 1 അപ്ലൈ ചെയ്യുന്നില്ല. പകരം നമ്മൾ വി ക്യാൻ ഡയറക്ട്ലി ഗെറ്റ് V1 ഇസ് ഈക്വൽ ടു VS. നമ്മൾ എന്തിനാണ് ഇതൊക്കെ ചെയ്യുന്നത്? എത്രയും പെട്ടെന്ന് ഏറ്റവും എളുപ്പം നമ്മുടെ സർക്യൂട്ട് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ ഇവിടെ ഇക്വേഷൻ എഴുതി കോംപ്ലിക്കേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അല്ലാണ്ട് തന്നെ നമുക്കറിയാം V1 ഇസ് ഈക്വൽ ടു VS. അപ്പോൾ V1ൻ്റെ വാല്യൂ അറിയാവുന്നതുകൊണ്ട് ഞാൻ അവിടെ നോഡ് ഇക്വേഷൻ എഴുതുന്നില്ല, അല്ലെ കറണ്ട് ലോ അപ്ലൈ ചെയ്യുന്നില്ല. ഇനി അപ്പോൾ ഫസ്റ്റിൻ്റെ ലോ അപ്ലൈ ചെയ്യേണ്ടി വന്നില്ല. ഇനി സെക്കൻഡ് നോക്കും. സെക്കൻഡ് നോഡിൽ എങ്ങനെയാണ് കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്യണം? അതായത് സെക്കൻഡ് നോഡിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്തേക്ക് ഏതൊക്കെ കറണ്ട് വരുന്നുണ്ട്? I1, I2, I3. അപ്പോൾ കിർച്ചോഫ്സ് കറണ്ട് ലോ അനുസരിച്ച് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്? ഇൻകമ്മിങ് കറണ്ട് ഈസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്, അല്ലെ ഇൻകമ്മിങ് കറണ്ട് സം ഓഫ് ദ കറണ്ട്സ് മീറ്റിംഗ് എ ജംഗ്ഷൻ ഈസ് ഈക്വൽ ടു 0. അപ്പോൾ ഇവിടുത്തെ എങ്ങനെയാ നമ്മളുടെ ഇൻകമ്മിങ് കറൻസിനെയൊക്കെ പോസിറ്റീവും ഔട്ട് ഗോയിങ്ങിനെയൊക്കെ നെഗറ്റീവായിട്ട് എടുക്കും. ഇല്ലേ? നമ്മളുടെ പോക്കറ്റിലുള്ള പൈസ പോലെ നോക്കിയാൽ, നമ്മുടെ പേഴ്സിലെ പൈസ പോലെ നോക്കിയാൽ മതി. നമുക്ക് കിട്ടുവാണെങ്കിൽ നമ്മളുടെ മണി ഇൻക്രീസ് ചെയ്യും, നമ്മുടെ പൈസ കൂടും. നമ്മൾ കൊടുക്കുവാണേലോ, നമ്മൾ വെളിയിലേക്ക് കൊടുക്കുമ്പോൾ അത്രയും നമ്മുടെ പേഴ്സിൽ നിന്ന് കുറയും. അതുപോലെ തന്നെ കറണ്ടിൻ്റെ കാര്യം ഓർത്താൽ മതി. വന്ന് കയറുകയാണെങ്കിൽ കറണ്ട് പോസിറ്റീവ്, ഇറങ്ങി പോവുകയാണെങ്കിൽ കുറയ്ക്കണം, മൈനസ് ആണ്. ഓക്കെ, സോ ഇവിടെ വരുമ്പോഴത്തേക്കും I1 എന്ന് പറഞ്ഞാൽ പ്ലസ് ആണ്. ഓക്കെ, കറണ്ട് വന്ന് കയറുകയാണ്. അപ്പം I1 ഇസ് പ്ലസ്, I2 എന്ന് പറഞ്ഞാൽ വെളിയിലേക്ക് പോവാണ്, ഔട്ട് ഗോയിങ് കറണ്ട് ആണ്. സോ മൈനസ് I2. I3യും വെളിയിലേക്ക് പോവാണ്, മൈനസ് I3 ഇസ് ഈക്വൽ ടു 0. ഒന്നുകൂടെ പറയാണ്, ഇൻകമ്മിങ് കറൻസിനെയൊക്കെ പോസിറ്റീവായിട്ടും ഔട്ട് ഗോയിങ് കറൻസിനെയൊക്കെ നെഗറ്റീവായിട്ടും എടുക്കുക. സോ ഹിയർ I1 ഇസ് ഇൻകമ്മിങ്, സോ പ്ലസ് I1, I2 ഇസ് ഔട്ട് ഗോയിങ്, മൈനസ് I2, I3യും ഔട്ട് ഗോയിങ് ആണ്. സോ മൈനസ് I3 ഇസ് ഈക്വൽ ടു 0. ഓർ ഐ ക്യാൻ റൈറ്റ് I1 ഇസ് ഈക്വൽ ടു I2 പ്ലസ് I3. ഓർ ഐ ക്യാൻ റൈറ്റ് ഇൻകമ്മിങ് കറണ്ട് ഇസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് കറണ്ട്, അതായത് I1 ഇസ് ഈക്വൽ ടു I2 പ്ലസ് I3. കണ്ടോ? I1 ഇസ് ഈക്വൽ ടു, ഇത് തെറ്റാണ് കേട്ടോ, I1 ഇസ് ഈക്വൽ ടു I2 പ്ലസ് I3 അങ്ങനെയാണ് വേണ്ടത് കേട്ടോ. I1 ഇസ് ഈക്വൽ ടു I2 പ്ലസ് I3 എന്നാണ് വേണ്ടത്. ഓക്കെ, അപ്പം ഇതിനകത്ത് ഇക്വേഷൻ എന്നാണ്? ദാറ്റ് ഈസ് I1 ഇസ് ഈക്വൽ ടു I2 പ്ലസ് I3 എന്നാണ്. അതായത് ഇൻകമ്മിങ് കറണ്ട് I1 മാത്രമേ ഉള്ളൂ, I2 I3യും വെളിയിലേക്കാണ്. സോ I1 ഇസ് ഈക്വൽ ടു I2 പ്ലസ് I3. ഇനി നമ്മൾ എങ്ങനെയാണ് I1 കണ്ടുപിടിക്കുന്നത് നോക്കണം. എങ്ങനെയാണ് നമ്മൾ I1 കണ്ടുപിടിക്കാൻ പോകുന്നത്? ദാറ്റ് ഈസ് I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V/R ആണ്. അപ്പോൾ V എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ പൊട്ടൻഷ്യൽ, അത് എവിടുന്ന? V1 മൈനസ് V2/R. അതിനകത്ത് നമുക്കറിയാം V1 എന്ന് പറഞ്ഞാൽ എന്താണ്? V1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ VS ആണ്, അല്ലേ? അപ്പം VS മൈനസ് V2/R. നമുക്കൊരു ക്വസ്റ്റ്യൻ കിട്ടുമ്പോഴേ അതിനകത്ത് VSഉം V2വും VSഉം R1ഉം എല്ലാം നമുക്ക് കിട്ടും കേട്ടോ, ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിയുമ്പോഴത്തേക്കുവേ. അപ്പം നമുക്ക് പിന്നെ അറിയാത്തതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് V2 ആണ്. ഓക്കെ, അതൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടതും. അപ്പോൾ നമ്മുടെ കറണ്ടിൻ്റെ ഇക്വേഷൻ മനസ്സിലായല്ലോ അല്ലേ? I1 എന്ന് പറഞ്ഞാൽ VS മൈനസ് V2/R1, V/R. ഈ കറണ്ടിൻ്റെ ഡയറക്ഷൻ ഒരിക്കൽ സെറ്റ് ചെയ്താൽ അത് മാറ്റരുത്. ഓക്കെ, ഇപ്പോൾ I1ൻ്റെ കിട്ടി. ഇനി നെക്സ്റ്റ് നമ്മൾ എന്നാ ചെയ്യുന്നത്? വി ആർ ഗോയിങ് ടു
ടേക്ക് ദ ഡയറക്ഷൻ ഫോർ I2. I2 എങ്ങനെയായിരിക്കും? I2 എന്ന് പറഞ്ഞാൽ V2വിന്ന് ഈ ഗ്രൗണ്ടിലേക്ക്, അതായത് V2 മൈനസ് 0/R2. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? V2/R2. കണ്ടോ? I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ V2/R2. ഇനി വാട്ട് ഈസ് I3? I3 എന്ന് പറഞ്ഞാൽ V2വിന്ന് V3യിലേക്കാണ് പോകുന്നത്. സോ V2 മൈനസ് V3 ഡിവൈഡഡ് ബൈ ഈ റെസിസ്റ്റൻസ് R3. കണ്ടോ? V2 മൈനസ് V3 ഡിവൈഡഡ് ബൈ R3. ഇപ്പം നമുക്ക് 3 കറണ്ടും കിട്ടിയിട്ടുണ്ട്. ഏതൊക്കെയാണ് നമുക്ക് കിട്ടിയ 3 കറണ്ട്? അതായത് ഈ I1 എന്ന് പറഞ്ഞാൽ V1 മൈനസ് V2/R1. എന്തുകൊണ്ടാണ് V1 മൈനസ് V2 എന്ന് എടുത്തത്? കറണ്ടിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്തേക്കുന്നത്. അതുകൊണ്ട് V1 മൈനസ് V2/R1. അതിൽ V1 എന്ന് പറഞ്ഞാൽ VS ആയതുകൊണ്ട് VS മൈനസ് V2/R1 ഫസ്റ്റ് ഇക്വേഷൻ. ഇനി സെക്കൻഡ് കറണ്ടിൻ്റെ ഇക്വേഷൻ I2 എന്ന് പറഞ്ഞാൽ V2/R2. കണ്ടോ? V2/R2. ഇനി തേർഡ് ഇക്വേഷൻ നോക്കുക. എന്താണ് ഇവിടുത്തെ I3? I3 എന്ന് പറഞ്ഞാൽ V2 മൈനസ് V3/R3. V2 മൈനസ് V3/R3. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? വി ആർ അപ്ലൈയിങ് ഇൻടു ദ കിർച്ചോഫ്സ് കറന്റ് ലോ. എന്തായിരുന്നു? ഇത് I1 മാത്രമേ ഇതിനകത്ത് ഇൻകമ്മിങ് ആയിട്ടുള്ളൂ. I1 മൈനസ് I2 മൈനസ് I3 ഇസ് ഈക്വൽ ടു 0. അപ്പോൾ നമ്മൾ എഴുതിക്കേ I1 എന്ന് പറഞ്ഞാൽ VS മൈനസ് V2/R1 മൈനസ് I2 V2/R2 മൈനസ് I3 V2 മൈനസ് V3/R3 ഇസ് ഈക്വൽ ടു 0. ഫസ്റ്റ് ഇക്വേഷൻ കിട്ടി. അതായത് ഈ ഫസ്റ്റിലുള്ള ഈ നോഡിലുള്ള ഈ നോഡ് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടി. ഇനി നമുക്ക് VS/R1 മൈനസ് V2/R1 മൈനസ് V2/R2 മൈനസ് V2/R3 പ്ലസ് V3/R3 ഈസ് ഈക്വൽ ടു 0. എന്നിട്ട് VSൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തരും. V2ൻ്റെ കോയിഫിഷ്യൻസ് ആദ്യം വരണം, പിന്നെ V3യുടെ കോയിഫിഷ്യൻസ് ആദ്യം വരണം. ഈസ് ഈക്വൽ ടു VS/R1 എന്നുള്ള ഫോമിലേക്ക് നമ്മൾ എഴുതുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുമ്പ് ഇവിടെ നമ്മൾ എടുത്ത് വെച്ചിട്ട് ഒരു നോഡ് കൂടെ എടുത്തായിരുന്നു അല്ലേ? അതായത് നോഡ് 3യിലെ വോൾട്ടേജ് V3. അപ്പോൾ നമ്മൾ കിർച്ചോഫ്സ് കറന്റ് ലോ നോഡ് 3യിൽ അപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെയാ? ഈ I3 തന്നെയാണ് ഇങ്ങോട്ട് പോകുന്നത്. അപ്പം I3 തന്നെയാണ് I4. അതായത് I3 ഈസ് ദ ഇൻകമിങ് കറണ്ട് ആൻഡ് ഔട്ട് ഗോയിങ് ഈസ് I4. അപ്പോൾ എന്ത് ചെയ്യും? I3 എന്ന് പറഞ്ഞാൽ ഓൾറെഡി കണ്ടുപിടിച്ചായിരുന്നു, V2 മൈനസ് V3/R3. I4 എന്ന് പറഞ്ഞാൽ എന്താ? V3 മൈനസ് 0/R4. അതാണ് I4 എന്ന് പറഞ്ഞാൽ V3/R4. എന്നിട്ട് I3 ഈസ് ഈക്വൽ ടു I4 എന്ന് പറയുമ്പോൾ V2/R3 മൈനസ് V3/R3 മൈനസ് V3/R4 ഇസ് ഈക്വൽ ടു 0. എന്നിട്ട് V2/R3 മൈനസ് V3 ഇൻറ്റു 1/R3 പ്ലസ് 1/R4 ഇസ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞ് മെട്രിക്സ് ഫോമിൽ എഴുതും. ഇതാക്കണ്ടോ? മെട്രിക്സ് ഫോമിൽ നമ്മൾ എഴുതി. അതായത് V2/R3 മാത്രം എന്താണ്? V2/R3 മൈനസ് V3/R3 മൈനസ് V3/R4 എന്നുള്ളത് ഇവിടെ ഇപ്പം നമ്മൾ അപ്പുറത്തെ സൈഡിലേക്ക് കൊണ്ടുപോയപ്പോൾ മൈനസ് അവിടെ വന്നു. മൈനസ് V2 പ്ലസ് എന്നായി. അത്രയേ ഉള്ളൂ വ്യത്യാസം. അത് തിരിച്ചാണേലും കുഴപ്പമില്ല കേട്ടോ. അപ്പം നമുക്ക് 2 മെട്രിക്സ് ഇക്വേഷൻ കിട്ടിയിട്ടുണ്ട്. അപ്പം നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. സെക്കൻഡ് സ്റ്റെപ്പിൽ എന്താണ്? ഫസ്റ്റ് ആദ്യം കണ്ടുപിടിച്ച നോഡിൽ നിന്ന് V2 നമുക്കൊരു ഇക്വേഷൻ കിട്ടി. രണ്ടാമത്തെ നോഡ് V3യുടെ അവിടെ നിന്ന് നമുക്കൊരു ഇക്വേഷൻ കിട്ടി. ഇനി മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ എന്നാ എടുക്കണം? ഇപ്പം നമ്മൾ എന്ത് ചെയ്തു? ഫസ്റ്റ് സ്റ്റെപ്പിൽ നോഡ്സ് കണ്ടുപിടിച്ചു, റെഫറൻസ് നോഡ് കണ്ടുപിടിച്ചു. രണ്ടാമത്തെ സ്റ്റെപ്പിൽ കണ്ടുപിടിച്ച നോഡുകളിൽ റെഫറൻസ് നോഡ് കണ്ടുപിടിക്കേണ്ട, റെഫറൻസ് നോഡ് ഒഴിച്ച് ബാക്കി എല്ലായിടത്തും കറണ്ട് ലോ, കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്തു. കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്യണേ ആദ്യം കറണ്ടിൻ്റെ ഡയറക്ഷൻ അറിഞ്ഞിരിക്കണം. അപ്പം കറണ്ടിൻ്റെ ഡയറക്ഷൻ അറിഞ്ഞിട്ട് കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്തു. അതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി തേർഡ് സ്റ്റെപ്പിൽ എന്നാ എടുക്കണം? നമ്മൾ ഈ കിട്ടിയ ഇക്വേഷൻസിനെ ഒന്ന് റീഅറേഞ്ച് ചെയ്ത് സോൾവ് ചെയ്ത് നോഡ് വോൾട്ടേജ് ആണ് കിട്ടുന്നത് കേട്ടോ. മെഷ് അനാലിസിസിൽ നമുക്ക് എന്നാ കിട്ടിയത്? മെഷ് അനാലിസിസിൽ I1 I2 എന്ന് പറഞ്ഞ മെഷ് കറണ്ടിൻ്റെ വാല്യൂ ആണ് കിട്ടിയത്. നോഡൽ അനാലിസിസിൽ നോഡ് വോൾട്ടേജാണ് കിട്ടുന്നത് കേട്ടോ. കമ്പയർ ചെയ്ത് പഠിക്കണേ. അപ്പോൾ 2 ഇക്വേഷൻ കിട്ടി. ഇതിനെ റീഅറേഞ്ച് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞു VS/R1 നമുക്ക് അറിയാമായിരിക്കും ഈസ് ഈക്വൽ ടു എന്താ? V2/R1 പ്ലസ് V2/R2 പ്ലസ് V2/R3. അപ്പോൾ എന്താ? V2വിൻ്റെ കോയിഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 എന്ന് എനിക്ക് എഴുതാൻ പറ്റും.
പിന്നെ എന്നാ -V3/R3. V3യുടെ എന്ന് പറഞ്ഞാൽ R3 കോയിഫിഷ്യൻ്റ്. പിന്നെ ഇത് ഓൾറെഡി കോയിഫിഷ്യൻസ് V2വിൻ്റെ കോയിഫിഷ്യൻ്റ് V3യുടെ കോയിഫിഷ്യൻ്റ് എന്നാ. അതാ കണ്ടോ, V2 ഇൻറ്റു ഇത് നമ്മൾ എഴുതി. VS/R1 എന്ന് പറഞ്ഞാൽ VSൻ്റെ ബാറ്ററിയുടെ വാല്യൂ എപ്പോഴും തരുമായിരിക്കും നമുക്ക്. അപ്പോൾ V2വിൻ്റെ കോയിഫിഷ്യൻ്റ് എഴുതുമ്പോൾ 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3. പിന്നെ V3യുടെ കോയിഫിഷ്യൻ്റ് എന്ന് പറഞ്ഞാൽ ഇവിടെ പ്ലസ് V3/R3 എന്നാണ്. അപ്പുറത്തെ സൈഡിൽ ലെഫ്റ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവന്നില്ലേ, VS/R1 ഈസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ്. അപ്പം -V3/R3 എന്നായി. ഇനി ഇവിടെ ഓൾറെഡി അറിയാം -V2/R3, ഇവിടെ V3. ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ കിട്ടി. ഇതിനെ മാട്രിക്സ് ഫോമിൽ എഴുതാൻ പറ്റില്ല ഇനി. പിന്നെന്താ, ഇതിനെ മാട്രിക്സ് ഫോമിൽ എഴുതുമ്പോൾ എന്താണ്, ഇത് V2 V3 അല്ലേ, V2 V3. ഇത് ആദ്യം നമ്മൾ ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതും. എന്താണ് VS/R1 എന്നുള്ളത്. VS/R1 എന്നുള്ളത് നമ്മൾ ആദ്യമേ എന്ത് ചെയ്യും, ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എഴുതിയിട്ട് ആ മാട്രിക്സ് നമ്മളവിടെ സോൾവ് ചെയ്യുവേ. ഇതിനകത്ത് കണ്ടോ, നമ്മൾ റീഅറേഞ്ച് ചെയ്തേക്കുന്നത് കണ്ടോ, V2വിൻ്റെ കോയിഫിഷ്യൻസ് V2 ഇൻറ്റു V3 എന്ന് പറഞ്ഞാൽ V2വിൻ്റെ കോയിഫിഷ്യൻസ് ആദ്യം എഴുതി 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 എന്നുള്ളത് എഴുതി. പിന്നെ -1/R3 അതിവിടെ എഴുതി. V3യുടെ കോയിഫിഷ്യൻ്റ് ആദ്യം വരുമ്പോൾ -1/R3, പിന്നെ R3 1/R3 പ്ലസ് R4. പിന്നെ ഈ V2 V3 എഴുതി ഈസ് ഈക്വൽ ടു ഇവിടുത്തെ VS/R1ഉം 0യും. ഇപ്പം നമുക്ക് മെട്രിക്സ് ഫോമിൽ കൺവേർട്ട് ചെയ്തു. മനസ്സിലായല്ലോ അല്ലേ? തിരിച്ചെഴുതി നോക്കണോ. V2 ഇൻറ്റു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 മൈനസ് V3/R3 എന്ന് പറയുന്നതാണ് VS/R1. കണ്ടോ, V2 ഇൻറ്റു 1/R1 പ്ലസ് 1/R2 പ്ലസ് 1/R3 മൈനസ് V3/R3 എന്ന് പറയുന്നതാണ് VS/R1. ഇനി എന്നാ എടുക്കണം, നമുക്ക് V2വിൻ്റെ വാല്യൂം കണ്ടുപിടിക്കാം, V3യുടെ വാല്യൂം കണ്ടുപിടിക്കാം. V2വിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണമെങ്കിൽ ഈ മെട്രിക്സിനകത്ത് ഫസ്റ്റ് കോളത്തെ നമ്മൾ ഈ ഇപ്പോഴത്തെ നമ്മുടെ റൈറ്റ് ഹാൻഡ് സൈഡ് കൊണ്ട് റീപ്ലേസ് ചെയ്യും. കണ്ടോ, ഫസ്റ്റ് കോളത്തെ റൈറ്റ് ഹാൻഡ് സൈഡ് കൊണ്ട് റീപ്ലേസ് ചെയ്തിട്ട് ആ മെട്രിക്സിൻ്റെ ഡിറ്റർമിനൻ്റ് ഇത് Δ1 എന്ന് നമുക്ക് വേണേൽ പറയാം. Δ1/Δ കണ്ടുപിടിക്കുമ്പോൾ V2വിൻ്റെ വാല്യൂ കിട്ടും. സിമിലർലി V3യുടെ വാല്യൂ എങ്ങനെ കിട്ടും, Δ2/Δ. Δ2 എന്ന് പറഞ്ഞാൽ എന്താ, സെക്കൻഡ് കോളത്തെ നമ്മൾ റീപ്ലേസ് ചെയ്തപ്പോൾ നമുക്ക് വാല്യൂ കിട്ടി. അതാണ് Δ2/Δ എന്ന് പറഞ്ഞാൽ. ഇങ്ങനെ നമുക്ക് V2വിൻ്റെയും V3യുടെയും വാല്യൂ കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം, ഈ V2 V3 എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇൻവേഴ്സ് എടുക്കണം. മെട്രിക്സ് കാൽക്കുലേറ്ററിനകത്ത് മെട്രിക്സിനകത്ത് പോയി ഇതിൻ്റെ ഇൻവേഴ്സ് എടുത്തിട്ട് മൾട്ടിപ്ലൈഡ് ബൈ ദിസ് റൈറ്റ് ഹാൻഡ് സൈഡ് ചെയ്താൽ നമുക്ക് കണ്ടുപിടിക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ബാക്കി എല്ലാ മെട്രിക്സ് മെത്തേഡും യൂസ് ചെയ്ത് ചെയ്യാം. മെട്രിക്സ് മെത്തേഡ് എന്ന് സിലബസിൽ പറഞ്ഞേക്കുന്നതുകൊണ്ട് മെട്രിക്സ് വെച്ച് ചെയ്യുമ്പോഴാണ് ഫുൾ മാർക്ക് കിട്ടുക കേട്ടോ. ഇപ്പം ഞാൻ പറഞ്ഞത് സാധാരണ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ എന്ത് പറഞ്ഞത്, സ്റ്റെപ്പ് 3യുടെ കേസൊക്കെ പറഞ്ഞത്. ഇനി എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ട്. അതായത് നമുക്കിതെങ്ങനെ കുറച്ചുകൂടെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാമെന്ന് പറഞ്ഞാണ്. കുറച്ചുകൂടെ ഈസി ആയിട്ട് ഒരു സോൾവ് ചെയ്യാൻ, അതായത് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്ന നോട്ട്സ് എടുക്കാനാണ്. നമുക്ക് സ്റ്റെപ്സ് കുറച്ചുകൂടെ കുറയ്ക്കാം. അതായത് നോട്ട്സിന് പകരം ജംഗ്ഷൻ നോഡ് എടുക്കണം. ഓക്കെ, സാധാരണ നോട്ട്സിന് പകരം നമ്മൾ എന്തെടുക്കും, വി വിൽ ബി ടേക്കിംഗ് ജംഗ്ഷൻ നോട്ട്സ്. ഓക്കെ, ജംഗ്ഷൻ നോഡ് എടുത്തു കഴിയുമ്പോഴത്തേക്കുള്ള ഗുണം എന്താണ്, അതുകൂടെ ഒന്ന് പറഞ്ഞുതരാമോ? എന്താണ് ജംഗ്ഷൻ നോട്ട്സ് എടുത്തു കഴിയുമ്പോഴത്തേക്ക് നമുക്ക് അതുകൊണ്ടുള്ള ബെനിഫിറ്റ്? ജംഗ്ഷൻ നോഡെന്ന് പറഞ്ഞാൽ എന്താ ജംഗ്ഷൻ നോഡ്? ജംഗ്ഷൻ നോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 എലമെൻറ്റ്സ് അതിൽ കൂടുതൽ വരുന്ന നോഡിനെയാണ് ജംഗ്ഷൻ നോഡ് എന്ന് പറയുന്നത് കേട്ടോ. സെയിം എക്സ്പെരിമെൻറ്റ് തന്നെ, സെയിം എക്സാമ്പിൾ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അതിനകത്തൊരു ചെറിയ മോഡിഫിക്കേഷൻ, ജംഗ്ഷൻ നോഡ് എന്നാന്ന് പഠിക്കണം. നോഡെന്ന് പറഞ്ഞാൽ ആൻ ഇക്വിപൊട്ടൻഷ്യൽ പോയിന്റ് അറ്റ് വിച്ച് 2 or more സർക്യൂട്ട് എലമെൻറ്റ്സ് ആർ ജോയിൻഡ്. അതായത് ഒരേ പോയിന്റിലേക്ക് 2 എലമെൻറ്റോ അതിൽ കൂടുതലോ വരുവാണെങ്കിൽ നമുക്കതിനെ നോഡെന്ന് വിളിക്കാം. 2 എലമെൻറ്റ് വന്നാലേ നോഡെന്ന് വിളിക്കാം. ഇനി ജംഗ്ഷൻ പോയിന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ജംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 അല്ല 3 അതിൽ കൂടുതലോ. ഫോർ എക്സാമ്പിൾ ഇതൊരു നോഡാണ്, പക്ഷെ ജംഗ്ഷൻ അല്ല. N1 ഈസ് എ നോഡ്, ബട്ട് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, 3 വരണം, 3 അതിൽ കൂടുതലോ. സോ നോഡ് N2 ഒരു ജംഗ്ഷൻ ആണ്. അപ്പോൾ ഇതിനകത്ത് എത്ര ജംഗ്ഷൻ പോയിന്റ്സ് ഉണ്ട് നിങ്ങൾ തന്നെ പറഞ്ഞേ. ഇത് 2 ഉള്ളൂ. സോ ഇറ്റ് ഈസ് എ നോഡ്, ജംഗ്ഷൻ അല്ല. ഇനി എന്താണ്,
N2 എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ നോഡാണ്, കാരണം 3 എലമെൻറ്റ്സ് ഉണ്ട്. N3 എന്ന് പറഞ്ഞാൽ 2 എലമെൻറ്റ്സേ ഉള്ളൂ, സോ ഇറ്റ് ഈസ് എ നോഡ്. ഇതെന്താണ്? N4 എന്ന് പറഞ്ഞാൽ 3 എലമെൻറ്റ്സ് ഉണ്ട്, വോൾട്ടേജ് സോഴ്സ് ഉണ്ട്, R2 ഉണ്ട്, R4 ഉണ്ട്. സോ N4 ഈസ് എ ജംഗ്ഷൻ നോഡ്. അപ്പോൾ എത്ര ജംഗ്ഷൻ നോഡ്സ് ഉണ്ട്? വി ഹാവ് 2 number of junction nodes. We have 2 number of junction nodes. ഏതൊക്കെയാണ്? ഈ നോഡ് N2ഉം ഈ നോഡ് N4. നമുക്ക് 2 ജംഗ്ഷൻ നോഡ്സ് ഉണ്ട്. അപ്പം നമ്മൾ ഈ ജംഗ്ഷൻ നോഡ്സ് വെച്ച് ചെയ്യുവാണെങ്കിൽ നമുക്കിത് ഒറ്റ ഇക്വേഷനിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ 3 സ്റ്റെപ്പിലാണ് ചെയ്യുന്നത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ ഒരു ചെറിയ വേരിയേഷൻ ഞാൻ പറഞ്ഞു, നോഡ്സ് കണ്ടുപിടിക്കുകയല്ല വേണ്ടത്. വി ഹാവ് ടു ഫൈൻഡ് ഔട്ട് ദ ജംഗ്ഷൻ പോയിന്റ്സ്. 3 എലമെൻറ്റിൽ കൂടുതൽ കണക്ട് ചെയ്തേക്കുന്ന ജംഗ്ഷൻ പോയിന്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുക. ഫസ്റ്റ് സ്റ്റെപ്പ് മോഡിഫൈ ചെയ്ത് പറഞ്ഞു. രണ്ടാമത് റെഫറൻസ് നോഡ്. അപ്പോൾ ഈ ജംഗ്ഷൻ പോയിന്റിൽ നിന്നായിരിക്കുമല്ലോ, അതായത് റെഫറൻസ് നോഡ് എന്ന് പറഞ്ഞാൽ മാക്സിമം നമ്പർ ഓഫ് എലമെൻറ്റ്സ് കണക്റ്റഡ് ആയിരിക്കണം, സോഴ്സിലേക്ക് കണക്റ്റ് ആയിരിക്കണം. അപ്പം മിക്കവാറും മാക്സിമം നമ്പർ എടുക്കുമ്പോൾ ജംഗ്ഷൻ നോഡേ വരത്തുള്ളൂ. അപ്പം ജംഗ്ഷൻ നോഡ്സിൽ തന്നെ റെഫറൻസ് നോഡ് എടുക്കുക. ഇപ്പം ഇവിടെ 2 എണ്ണത്തിലും 2 ജംഗ്ഷൻ നോഡിലും 3 എലമെൻറ്റ്സ് കണക്റ്റ് ആയിട്ടുണ്ട്. ബട്ട് N4ലേക്കാണ് സോഴ്സ് കണക്റ്റ് ആയിരിക്കുന്നത്, സോഴ്സിൻ്റെ നെഗറ്റീവ്. അപ്പം നമ്മൾ എന്ത് ചെയ്യും? ഈ N4നെ റെഫറൻസ് നോഡാവും. സോ വി ഹാവ് ഐഡൻറ്റിഫൈഡ് ദ ജംഗ്ഷൻ നോഡ്സ്. നൗ വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ റെഫറൻസ് നോഡ്. സോ N4നെ ഞാൻ റെഫറൻസ് നോഡായിട്ട് വെച്ചിട്ട് അതിനെ ഗ്രൗണ്ട് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഇനി നമുക്ക് ആകെ ഒരു നോഡല്ലേ ഉള്ളൂ, ദാ ഇവൻ. ആകെ ഈ ഒരു നോഡേ ഉള്ളൂ. ഈ ഒരു നോഡിൽ ഇക്വേഷൻ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഒറ്റയടിക്ക് കിട്ടും. മുമ്പേ നമ്മൾ ചെയ്ത എക്സാമ്പിളിൽ ഫസ്റ്റിൽ നമ്മൾ ചെയ്തത് നോഡ്സ് വെച്ചാണ്. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ വേണ്ടി വന്നു. ജംഗ്ഷൻ നോഡാക്കിയപ്പോൾ നമുക്കുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇക്വേഷൻ്റെ നമ്പർ കുറഞ്ഞു. ഇൻഡിപെൻഡൻറ്റ് നോഡ്സ് എന്നതാ പറയുന്നത്. അപ്പം നമ്മളുടെ ഇക്വേഷൻ്റെ നമ്പർ കുറഞ്ഞു. സോ ഇവിടെ നമ്മളിപ്പം ആകെ ഈ V2 എന്ന് പറയുന്നത് സെക്കൻഡ് നോഡിൽ മാത്രം കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഇവിടുത്തെ കറണ്ട് എങ്ങനെ വരിക? I1 ഇസ് ദ ഇൻകമിങ്, I2 ഇസ് ഔട്ട് ഗോയിങ്. സോ -I2, I3 ഓൾസോ ഔട്ട് ഗോയിങ്. -I3 ഈസ് ഈക്വൽ ടു 0. മുമ്പത്തെ പോലെ തന്നെ I1 -I2 -I3 ഈസ് ഈക്വൽ ടു 0. I1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? V1 - V2 R1. V1 എന്ന് പറഞ്ഞാൽ എന്താണ്? VS ആണ്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യാൻ പോവാണേ. കറണ്ട് ഫ്ലോ ഐഡൻറ്റിഫൈ ചെയ്തു. കറണ്ട് ഫ്ലോയ്ക്കകത്ത് നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതായത് I1 എന്ന് പറഞ്ഞാൽ V1 - V2 R1, അതായത് VS - V2 R1. I2 എന്ന് പറഞ്ഞാലോ V2 - 0 R2 ഓർ V2 R2. I3 എന്ന് പറഞ്ഞാലോ ഇവിടെ ഇപ്പം എന്താണ്? ജംഗ്ഷൻ നോഡ്സ്. അപ്പം ഇത്രയും ഇടത്തൂടാണ് I3 പോകുന്നത്. സോ V2 മൈനസ് ഈ ഗ്രൗണ്ട് 0 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. ഈ പാത്തിലെ റെസിസ്റ്റൻസ് എന്തൊക്കെയാ? R3 ഉണ്ട്, R4 ഉണ്ട്, സീരീസ് ആയതുകൊണ്ട് R3 + R4. ഓക്കെ, ഒന്നുകൂടെ പറയുകയാണ്. ഇവിടുത്തെ എന്താണ്? I3 എന്ന് പറഞ്ഞാൽ ഈ ഫുൾ കറണ്ടാണ്. അതായത് ഈ I3 ഫ്ലോസ് ത്രൂ ദ റെസിസ്റ്റൻസ് R3 ആൻഡ് R4. R3യിലും R4യിലൂടെയും കൂടെ പോകുന്നത് I3 ആണ്. അപ്പോൾ I3യുടെ ഇക്വേഷൻ എഴുതുകയാണെങ്കിൽ V/R എന്ന് പറയുമ്പോൾ V എന്ന് പറഞ്ഞാൽ V2 മൈനസ് ഇവിടുത്തെ V4 ആയിരുന്നു, അത് ഗ്രൗണ്ട് ചെയ്തു. അപ്പോൾ V2 - 0 V2 ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ R3 + R4. സോ I3 ഈസ് ഈക്വൽ ടു V2 ഡിവൈഡഡ് ബൈ R3 + R4. എന്നിട്ട് നമ്മൾ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. VS - V2 R1 -I2 എന്നുള്ളിടത്ത് -V2 R2 -I3 എന്നുള്ളിടത്ത് -V2 R3 + R4 ഇസ് ഈക്വൽ ടു 0. അപ്പം നമുക്ക് ഇതിനകത്ത് VS ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരിക്കും. ഇതിനകത്ത് നമുക്ക് സുഖമായിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ അല്ലേ? നോഡൽ അനാലിസിസ് മനസ്സിലായല്ലോ. സ്റ്റെപ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? ഫസ്റ്റ് നമ്മൾ സ്റ്റെപ്പ് ഒന്നുകൂടെ കാണിക്കാവേ. ഫസ്റ്റ് നമ്മൾ നോഡ്സ് എല്ലാം ഐഡൻറ്റിഫൈ ചെയ്യണം. നോഡ്സ് എല്ലാം ജംഗ്ഷൻ നോഡ്സ്, ജംഗ്ഷൻസ് വേണം ഐഡൻറ്റിഫൈ ചെയ്യാൻ. ജംഗ്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് റെഫറൻസ് നോഡ് സെറ്റ് ചെയ്യണം. എന്നിട്ട് പിന്നെ റെഫറൻസ് നോഡ് ഒഴിച്ച് ബാക്കി എല്ലാ നോഡിലും നമ്മൾ എന്ത് ചെയ്യും? കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്യും. അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിൽ കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്തിട്ട് ഇക്വേഷൻസ് എടുക്കും.
ഉണ്ടാക്കും, തേർഡ് സ്റ്റെപ്പിൽ ഇക്വേഷൻ സോൾവ് ചെയ്യും. അങ്ങനെയാണ് ഏതാണ്ട് ഒരു എക്സാമ്പിളൂടെ കാണിക്കുകയാണ്. ഇവിടെ 2 സോഴ്സ് ഉണ്ട്, നേരത്തെ 1 സോഴ്സിലുള്ള ഇവിടെ 2 സോഴ്സ് ഉണ്ട്, E1ഉം E2 ഉണ്ട്. അപ്പം നമുക്കിവിടെ ഏതൊക്കെയാണ് സ്റ്റെപ്പ് 1ൽ എന്താ, വി ഹാവ് ടു ഐഡൻറ്റിഫൈ ദ ജംഗ്ഷൻ നോട്ട്സ്. അപ്പോൾ ജംഗ്ഷൻ നോട്ട്സ് എന്ന് പറഞ്ഞാൽ 3 എലമെൻ്റ് അതിൽ കൂടുതൽ വേണം. സോ 1 2 3 എ എന്ന് പറയുന്ന ജംഗ്ഷനിൽ 3 എലമെൻറ്റ്സ് ഉണ്ട്, പിന്നെ താഴെ ബി എന്ന് പറയുന്ന ജംഗ്ഷനിലും 3 എലമെൻറ്റ്സ് ഉണ്ട്. നോക്കിക്കേ, അപ്പം എ ആൻഡ് ബി ആർ ദ ജംഗ്ഷൻ നോട്ട്സ്. ഇനി ഇതിനകത്ത് റെഫറൻസ് നോഡ് ഏതാ, ബാറ്ററിയിലേക്ക് കണക്ട് ചെയ്യണം. എ എന്ന് പറഞ്ഞാൽ R1 R2 R3യിലേക്കാണ്. സോ അതിനെ റെഫറൻസ് ആക്കി എടുക്കുന്നില്ല, പകരം ഈ ബി എന്ന് പറഞ്ഞ് താഴത്തത് നെഗറ്റീവ് ടെർമിനലിലേക്ക് കണക്റ്റഡ് ആണ് സോഴ്സിൻ്റെ. സോ ഐ എം ടേക്കിംഗ് ഈ താഴത്തെ ആസ് ദ റെഫറൻസ് നോഡ്, താഴത്തെ റെഫറൻസ് നോഡ് ആക്കി എടുത്തിട്ട് ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇനി നമ്മൾ ഓരോ നോഡിലും ആകെ 2 നോഡേ ഉള്ളൂ, അതിൽ ഒരെണ്ണം റെഫറൻസ് ആയി. പിന്നെ ഈ നോഡിൽ കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്യണം. കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്യുമ്പോൾ കറണ്ട് ഡയറക്ഷൻ അസ്യൂം ചെയ്തു. എങ്ങനെയാ, ഈ പോസിറ്റീവിൽ നിന്ന് I1 കറണ്ട് പോയി എ നോഡിലേക്ക് ഇൻകമിങ് കറണ്ടാണ് I1. എന്നിട്ട് ഈ I2 എന്ന് പറഞ്ഞാൽ അതാ ഈ സോഴ്സിൽ നിന്ന്, ഇതിൻ്റെ പോസിറ്റീവിൽ നിന്ന്, E2വിൻ്റെ പോസിറ്റീവിൽ നിന്ന് വന്ന് കയറുകയാണ്. I2ഉം ഇൻകമിങ് ആണ്, I1ഉം ഇൻകമിങ് ആണ്, I3 ഔട്ട് ഗോയിങ് കറണ്ട് ആണ്. അപ്പോൾ ഇതിന് നമ്മൾ കിർച്ചോഫ്സ് കറണ്ട് ലോ എങ്ങനെയാണ് കൊടുക്കുന്നത്, കിർച്ചോഫ്സ് കറണ്ട് ലോ കൊടുത്തു കഴിയുമ്പോഴത്തേക്കും I1 പ്ലസ് I2 ഈസ് ഈക്വൽ ടു I3, അല്ലെ I1 പ്ലസ് I2 മൈനസ് I3 ഈസ് ഈക്വൽ ടു 0, ഓർ ഐ ക്യാൻ സേ I1 പ്ലസ് I2 ഈസ് ഈക്വൽ ടു I3. ഇനി I1ൻ്റെ ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടുക, I1 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കറണ്ട് ഫ്ലോ ചെയ്യുന്നത്. സോ E1 മൈനസ് VA/R1, അതാണ് കണ്ടോ, I1 എന്ന് പറഞ്ഞാൽ E1 മൈനസ് VA/R1. ഇനി I2 എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ E2 മൈനസ് VA/R2. എന്തുകൊണ്ടാണ് E2 മൈനസ് എന്ന് എടുത്തത്, ബിക്കോസ് കറണ്ടിൻ്റെ ഡയറക്ഷൻ ഞാൻ ഇങ്ങനെയാണ് അസ്യൂം ചെയ്തേക്കുന്നത്, E2വിന്ന് എയിലേക്ക് വരുന്നു എന്ന് അസ്യൂം ചെയ്തേക്കുന്നത്. അതുകൊണ്ടാണ് E2 മൈനസ് VA/R2. കണ്ടോ, I2ൻ്റെ എന്ന് പറഞ്ഞാൽ E2 മൈനസ് VA/R2. ഇനി എന്താണ് ഇത് I3 എന്ന് പറഞ്ഞാൽ എന്താ, VA മൈനസ് VB. അതിനകത്ത് ഈ VBയുടെ ഗ്രൗണ്ട് മാറിപ്പോയി കേട്ടോ, സോറി. അപ്പം VB എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ടഡ് ആണ്, അപ്പം 0 സോ VA മൈനസ് 0 എന്ന് പറഞ്ഞാൽ VA/R3. കണ്ടോ, I3 എന്ന് പറഞ്ഞാൽ VA/R3. എന്നിട്ട് ഈ I1 I2 I3യുടെ വാല്യൂവിനെ കൊണ്ട് ഈ കിർച്ചോഫ്സ് കറണ്ട് ലോയിൽ ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ ഒറ്റ ഇക്വേഷനല്ലേ ഉള്ളതുകൊണ്ട് ഒറ്റയടിക്ക് എനിക്ക് കിട്ടും, VA കണ്ടുപിടിക്കണ്ടേ. അപ്പം VAയുടെ വാല്യൂ നമുക്ക് ഇതിനകത്തൊന്ന് സോൾവ് ചെയ്ത് കിട്ടും. ഓക്കെ, അപ്പം മനസ്സിലായല്ലോ അല്ലേ. നോഡൽ അനാലിസിസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം, നമുക്കൊരു സർക്യൂട്ട് കിട്ടും. ആ സർക്യൂട്ടിൽ നമ്മൾ ആദ്യം അതിൻ്റെ ജംഗ്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്യണം. നോഡ്സ് കണ്ടുപിടിച്ചിട്ട് ജംഗ്ഷൻസ് ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ആ ജംഗ്ഷൻസിനകത്തുനിന്ന് ഒരു ജംഗ്ഷൻ മാക്സിമം എലമെൻറ്റ് കണക്റ്റഡ് ആയിട്ടുള്ള സോഴ്സിലേക്ക് കണക്ഷനുള്ള, വോൾട്ടേജ് സോഴ്സിൻ്റെ നെഗറ്റീവിലേക്ക് കണക്ഷനുള്ള ഒരു ജംഗ്ഷൻ നമ്മൾ എടുത്ത് റെഫറൻസ് നോഡാക്കി വെക്കും. റെഫറൻസ് നോഡെന്ന് പറഞ്ഞാൽ ആ സെലക്ട് ചെയ്ത ജംഗ്ഷൻ്റെ വോൾട്ടേജ് 0 ആയിരിക്കും. ഓക്കെ, അതായത് ഗ്രൗണ്ട് ചെയ്യാണ്, വോൾട്ടേജ് 0 ആയിരിക്കും. അപ്പോൾ എല്ലാ ജംഗ്ഷൻ നോഡ്സും കണ്ടുപിടിച്ചിട്ട് റെഫറൻസ് നോഡിനെ ഗ്രൗണ്ട് ചെയ്യും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പിൽ റെഫറൻസ് നോഡ് ഒഴിച്ച്, റെഫറൻസ് നോഡിൽ ചെയ്യേണ്ട അല്ലാത്ത ബാക്കി എല്ലാ ജംഗ്ഷൻസിലും നമ്മൾ കിർച്ചോഫ്സ് കറണ്ട് ലോ അപ്ലൈ ചെയ്യും. അപ്പം എത്ര ജംഗ്ഷൻ ഉണ്ടോ അത്രയും കിർച്ചോഫ്സ് കറണ്ട് ലോ നമുക്ക് കിട്ടും. -1 ആയിരിക്കും കേട്ടോ, റെഫറൻസ് നോഡിൽ കൊടുക്കാത്തതുകൊണ്ട് നമുക്ക് N-1 എന്താണ് ജംഗ്ഷൻസിലെ കിർച്ചോഫ്സ് കറണ്ട് ലോ വെച്ചിട്ടുള്ള ഇക്വേഷൻസ് കിട്ടും. തേർഡ് സ്റ്റെപ്പിൽ നമ്മൾ അതിനെ റീഅറേഞ്ച് ചെയ്തിട്ട് ഒരേ ഓർഡറിൽ എഴുതണം, V1 V2 V3 അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഓർഡറിൽ റീഅറേഞ്ച് ചെയ്ത് കോഎഫിഷ്യൻസ് റീഅറേഞ്ച് ചെയ്ത് മാട്രിക്സ് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ആ ഇക്വേഷനെ സോൾവ് ചെയ്ത് നമ്മൾ ഉത്തരം കണ്ടുപിടിക്കും. അപ്പം ഇവിടെ ഒരു കാര്യം ഓർത്തോണം, നമ്മളോട് നോഡ് വോൾട്ടേജ് കണ്ടുപിടിക്കാനായിരിക്കില്ല പറയുന്നത്, ബ്രാഞ്ച് കറണ്ട് കണ്ടുപിടിക്കാനായിരിക്കും. അപ്പം നമുക്ക് കിർച്ചോഫ്സ് കറണ്ട് ലോസ് വെച്ച് ഇക്വേഷൻ എഴുതിയിട്ട് മെട്രിക്സിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ കണ്ടുപിടിക്കുന്നത് നോഡ് വോൾട്ടേജ് ആണ് കേട്ടോ. V1 V2 V3 അല്ലെ VA VB VC എന്നുള്ള നോഡ് വോൾട്ടേജ് ആണ് കിട്ടുന്നത്. ആ നോഡ് വോൾട്ടേജിനെ കൊണ്ട് കറണ്ടിൻ്റെ ഇക്വേഷൻ ഇല്ലേ I = V/R എന്ന് പറഞ്ഞ് ആദ്യം എഴുതിയില്ലേ, അവിടെ കൊണ്ടിട്ടിട്ടാണ്
എന്താ ബ്രാഞ്ച് കറണ്ട് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ അസ്യൂം ചെയ്ത ഡയറക്ഷൻ തെറ്റാണെങ്കിൽ ബ്രാഞ്ച് കറണ്ട് കണ്ടുപിടിക്കുമ്പോൾ അവിടെ ഒരു മൈനസ് സൈൻ വരുമെന്നേ ഉള്ളൂ, അല്ലാണ്ട് യാതൊരു പ്രശ്നവും വരില്ല. ഓക്കെ, അല്ലാണ്ട് അതൊരിക്കലും തെറ്റാവില്ല. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒരു പ്രാവശ്യം കൂടെ പറയണം. കിർച്ചോഫ്സ് കറണ്ട് ലോയാണ് നമ്മൾ നോഡൽ അനാലിസിസിന് യൂസ് ചെയ്യുന്നത്. നോഡ്സ് കണ്ടുപിടിച്ച് അതിനകത്ത് ഓരോ നോഡിലും റെഫറൻസ് നോഡ് ഒഴിച്ച് ബാക്കി എല്ലാ നോഡിലും കിർച്ചോഫ്സ് കറണ്ട് ലോ വെച്ച് ഇക്വേഷൻ എഴുതും. എന്നിട്ട് ആ ഇക്വേഷൻസിനെ നോഡ് വോൾട്ടേജ് ഇല്ലേ, അൺനോൺ നോഡ് വോൾട്ടേജിൻ്റെ ടേംസിലാണ് ഇക്വേഷൻ എഴുതുന്നത്. അപ്പോൾ അത് ആ ഒരു ഓർഡറിൽ V1ൻ്റെ ഇക്വേഷൻ ആദ്യം, കോയിഫിഷ്യൻ്റ് ആദ്യം, V2ൻ്റെ കോയിഫിഷ്യൻ്റ് നെക്സ്റ്റ്, V3യുടെ കോയിഫിഷ്യൻ്റ് നെക്സ്റ്റ്, അങ്ങനെ ഒരു ഓർഡറിൽ നമ്മൾ എഴുതി മെട്രിക്സ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് സൊല്യൂഷൻ കണ്ടുപിടിക്കും. ആ കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നോഡ് വോൾട്ടേജിൻ്റെ വാല്യൂ ആണ് കിട്ടുന്നത്. നോഡ് വോൾട്ടേജിനെ കൊണ്ട് കറണ്ടിൻ്റെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ബ്രാഞ്ച് കറണ്ട് കിട്ടുന്നത്. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം ഓക്കെ, അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ, ഹാപ്പി ലേണിംഗ്.